ഇത്ര ആഗ്രഹിക്കുന്നത്? എന്തിനാ പണത്തിനോട് ഇത്ര ആർത്തി കാണിക്കുന്നത്? പണം കൊണ്ട് പ്രത്യേകിച്ചൊന്നും നേടാനില്ല. കാരണം എന്റെ പ്രിയപ്പെട്ട പിതാവ് ലോകത്ത് നിന്ന് യാത്ര പറഞ്ഞപ്പോ എത്ര പണമുണ്ടായിരുന്നു നിന്റെ വാപ്പയുടെ കയ്യില്. പക്ഷേ നിന്റെ വാപ്പ പോയപ്പോ എന്ത് കൊണ്ടുപോയി പൊന്നുമോന്? നീ വാങ്ങിക്കൊടുത്ത 3 കഷ്ടം വെള്ളത്തുണിയും വാങ്ങിയിട്ട് നിന്റെ പിതാവ് വെറും കയ്യോടെ പോകുന്നത് നീ കണ്ടതല്ലേ ചെറുപ്പക്കാരാ? അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട യുവത്വത്തിനോട് പറയാനുള്ളത്, ഇടയ്ക്കിടയ്ക്ക് സഹാബികളുടെ ചരിത്രങ്ങൾ വായിച്ചു നോക്കണം മോനെ. മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് അല്ലാഹുവിന്റെ പ്രവാചകൻ ഒരിക്കൽ ഇങ്ങനെ സ്വഹാബികളുടെ മുന്നിലിരിക്കുമ്പോ നബിയുടെ മുന്നിലൂടെ ഒരു ചെറുപ്പക്കാരൻ ഇങ്ങനെ നടന്നു പോവുകയാണ്. അല്ലാഹുവിന്റെ റസൂലിന്റെ മുന്നിലൂടെ ഒരു ചെറുപ്പക്കാരൻ ഇങ്ങനെ നടന്നു പോവുകയാണ്. ആരാ? മഹാനായ മിസ്ബ് റളിയല്ലാഹു തആല അൻഹു. അല്ലാഹുവിന്റെ റസൂൽ കരയുകയാണ്. നബിയുടെ കണ്ണിലൂടെ കണ്ണുനീരിങ്ങനെ ഒഴുകുകയാണ്. മഹാനായ മിസ്ബ് റളിയല്ലാഹു തആല അൻഹു അല്ലാഹുവിന്റെ പ്രവാചകനോട് ചോദിക്കുന്നു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ നബിയേ, എന്തിനാണ് നബിയെ കരയുന്നത്? എന്തിനാണ് നബിയെ കരയുന്നത്? അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് പറഞ്ഞു, മിസ്ബേ, നിന്റെ പഴയ കാലം ഓർത്തുപോയി മിസ്ബേ. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, ആരാണ് മിസ്ബെന്നറിയുമോ? പൊന്നുമോന്, മക്കയിലെ ഏറ്റവും വലിയ സമ്പന്നന്റെ മകനാണ് മിസ്ബ്. ഏറ്റവും വലിയ സമ്പന്നന്റെ മകനാണ് മിസ്ബ്. മിസ്ബ് റളിയല്ലാഹു തആല അൻഹു സ്വർണ്ണത്തിന്റെ നൂലുകൊണ്ട് നെയ്ത വസ്ത്രമാണ് ധരിക്കാറ്. ലോകത്തിലെ ഏറ്റവും വലിയ പണക്കാരൻ പോലും അത് ധരിക്കാറില്ല. പക്ഷേ മിസ്ബ് ധരിക്കുന്നത് സ്വർണത്തിന്റെ നൂലുകൊണ്ട് നെയ്തിരുന്ന വസ്ത്രമാണ്. അതാ മിസ്ബ് കുതിരയുടെ മുകളിൽ ഇങ്ങനെ വരുന്നത് കാണാൻ മക്കയിലെ പെണ്ണുങ്ങൾ റോഡിൽ വീണ് കാത്തിരിക്കുമായിരുന്നു. മിസ്ബ് റളിയല്ലാഹു തആല അൻഹു അവസാനം അല്ലാഹുവിന്റെ ദീനിലേക്ക് കടന്നു വന്നു. അവസാനം തന്റെ വീട്ടിൽ നിന്നടിച്ചു പുറത്താക്കുമ്പോ മിസ്ബ് റളിയല്ലാഹു തആല അൻഹുവിനോട് ഉമ്മ പറഞ്ഞു, മോനെ മിസ്ബേ, നീ ഇസ്ലാമിലേക്ക് കടന്നു പോയാൽ എന്റെ സമ്പാദ്യത്തിൽ നിന്ന് 1 രൂപ പോലും നിനക്ക് ഞാൻ തരില്ലെന്ന് പറയുമ്പോ മിസ്ബ് റളിയല്ലാഹു തആല അൻഹു ഇട്ടിരുന്ന വസ്ത്രം അങ്ങൂരുകയാണ്. ആ സ്വർണ്ണത്തിന്റെ വസ്ത്രം ഊരിയിട്ട് തന്റെ ഉമ്മയുടെ മുന്നിൽ കൊണ്ടുവച്ചിട്ട് പറയുന്ന, ഉമ്മ, ഇത് നിങ്ങളുടെ സമ്പാദ്യം കൊടുത്ത് വാങ്ങിയതാ, എനിക്ക് വേണ്ടെന്ന് പറഞ്ഞ് വീട്ടിൽ നിന്ന് വെളിയിലേക്ക് ഇറങ്ങി പോവുകയാണ്. എന്തിനാണ് അല്ലാഹുവിന്റെ പ്രവാചകന് കരഞ്ഞതെന്നറിയുവോ? എന്തിനാണ് മുത്തുനബി കരഞ്ഞതെന്നറിയുവോ? സ്വർണ്ണത്തിന്റെ നൂലുകൊണ്ട് നെയ്തിരുന്ന വസ്ത്രം ധരിച്ച മിസ്ബ് റളിയല്ലാഹു തആല അൻഹു അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുന്നിലൂടെ നടക്കുമ്പോ ഒരു പുതപ്പിങ്ങനെ പുതച്ചിരിക്കുകയാ. തന്റെ ശരീരത്തൊരു പുതപ്പിങ്ങനെ പുതച്ചിരിക്കുകയാണ്. 62 സ്ഥലങ്ങൾ കീറിയിട്ട് തച്ച് വെച്ചിരിക്കുന്ന ഒരു പുതപ്പാട്. 62 സ്ഥലങ്ങൾ കീറിയിട്ട് തച്ച് വെച്ചിരിക്കുന്ന ഒരു പുതപ്പും ധരിച്ചു അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുന്നിലൂടെ നടന്നു പോകുമ്പോ അല്ലാഹുവിന്റെ റസൂൽ ചോദിക്കുന്നു, മിസ്ബേ, എന്തിനാ നീ ഇങ്ങനെ നടക്കുന്നത്? എന്തിനാണ് മിസ്ബേ നീ ഇങ്ങനെ നടക്കുന്നത്? യാ റസൂലല്ലാഹ്, സ്വർഗ്ഗത്തിലെ പട്ടുവസ്ത്രം ധരിക്കാനുള്ള ആഗ്രഹം കൊണ്ടാണ് നബിയേ. എനിക്ക് സ്വർഗ്ഗത്തിലെ പട്ടുവസ്ത്രം ധരിക്കണമെന്ന് വല്ലാത്ത കൊതിയുണ്ട് നബിയേ. അതുകൊണ്ടാണ് ഇങ്ങനെ നടക്കുന്നതെന്ന് പറയുമ്പോ, എടാ ചെറുപ്പക്കാരാ, ഉഹദിന്റെ രണാങ്കണത്തിൽ യുദ്ധം കഴിഞ്ഞു. ഈ സഹാബികളുടെ ജനാസ, ഈ സഹാബികളുടെ ജനാസ അതാ സഹാബികളെ പൊതിയുന്നതിന് വേണ്ടി എടുത്തു വെക്കുകയാണ്. മുത്തുനബിയുടെ മുന്നിലേക്ക് സഹാബികളുടെ ജനാസ കൊണ്ടുവരികയാണ്. അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുന്നിലേക്ക് സഹാബികളെ ജനാസ കൊണ്ടുവന്നു. അവര് നിന്ന് കരയുകയാണ്. അവര് നിന്ന് കരയുകയാണ്. അല്ലാഹുവിന്റെ റസൂൽ ചോദിച്ചു, നിങ്ങൾ എന്തേ കരയുന്നത്? അല്ലാഹുവിന്റെ റസൂലിനോട് പറയുന്നു, നബിയേ, കഫൻ തുണി തികയുന്നില്ല നബിയേ, കഫൻ തുണി തികയുന്നില്ല നബിയേ, കാല്
മറയ്ക്കുമ്പോ തല വെളിവാവുകയാണ്, തല മറയ്ക്കുമ്പോ കാല് വെളിവാവുകയാണ്. എന്റെ പ്രിയമുള്ളവരെ, കഫം തുണി പോലുമില്ല. അവസാനം അവിടെ നിന്ന് തലമറച്ചിട്ട് കഫം പൊതിഞ്ഞു. അവസാനം പുല്ലു പറിച്ചു കൊണ്ടുവന്ന് കാലിന്റെ ഭാഗം മറച്ചിട്ടു. അവിടെ നിന്ന് കബറടക്കി എന്ന് ചരിത്രം പറയുമ്പോ എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, ആ കബറിന്റെ ചാരത്തിരുന്നു കൊണ്ട് മുത്തുനബി പറഞ്ഞതെന്നറിയോ? നഫ്സഹു ബുത്തിഗാ മർളാത്തില്ലാഹ് വല്ലാഹു റഊഫുൻ ബിൽ ഇബാദ്. മോനെ, മുത്തുനബി എവിടെ നിന്ന് പറഞ്ഞു കൊടുത്തതാ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട ഉപ്പമാരോട് പറയുകയാണ്, മക്കളോട് പറഞ്ഞു കൊടുക്കണം, മോനെ, നീ ഉമ്മയുടെ ഗർഭാശയത്തിൽ കിടന്നപ്പെട്. അല്ലാഹു നീ മരിക്കുന്ന കാലം വരെയുള്ള കാര്യങ്ങൾ തീരുമാനിച്ചു വെച്ചിരിക്കുകയാ. നീ കഴിക്കേണ്ട ഭക്ഷണമുണ്ടല്ലോ, നിനക്ക് സംഭവിക്കേണ്ട കാര്യമുണ്ടല്ലോ, നിനക്ക് കിട്ടേണ്ട പണമുണ്ടല്ലോ, ഇതെല്ലാം ഉമ്മയുടെ വയറ്റിൽ കിടന്നപ്പോഴേ അല്ലാഹു എഴുതി വെച്ചിരിക്കുകയാ. അതുകൊണ്ട് നീ എന്തിനാ മറ്റുള്ളവന്റെ കയ്യിലിരിക്കുന്നത് ആഗ്രഹിക്കരുത്. ആഗ്രഹിച്ചാലും നിനക്ക് കിട്ടൂല. അതുകൊണ്ട് അല്ലാഹു നിനക്ക് നിശ്ചയിച്ചത് മരിക്കുന്ന കാലം വരെ നിനക്ക് കിട്ടും മോനെ. അതുകൊണ്ട് മറ്റുള്ളവന്റെ കയ്യിലിരിക്കുന്നത് ഒരിക്കലും ആഗ്രഹിക്കാൻ പാടില്ല. അത് ഏറ്റവും വലിയ ദാരിദ്ര്യമാണ്, അത് ഏറ്റവും വലിയ ദാരിദ്ര്യമാണ്. അത് ദാരിദ്ര്യത്തിനെ വലിച്ചു കൊണ്ടുവരുമെന്ന് മഹാനായ സഅദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു തആല അൻഹു ഒരു നീതിമാനെ പോലെ തന്റെ പൊന്നാര മകനോടുള്ള ബാധ്യത പോലെ തന്റെ പൊന്നാര മകനെ ഉപദേശിച്ചു കൊടുത്തെന്ന് ചരിത്രം പറയുമ്പോ എന്റെ പ്രിയപ്പെട്ടവരെ, ഞാനും നിങ്ങളും അങ്ങനെയാണാകേണ്ടത്. ഞാനും നിങ്ങളും അങ്ങനെയാണാകേണ്ടത്. മുത്തുനബി പറഞ്ഞു, സഹാബാ, ഒരു ദുആ ചെയ്യുന്നവന് സ്വർഗ്ഗത്തിലൊരു കൊട്ടാരമുണ്ടെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, ദുആ ചെയ്യുന്നവന് സ്വർഗ്ഗത്തിലൊരു കൊട്ടാരമുണ്ട്. ഏത് ദുആ എന്നറിയുമോ? റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുരിയാതിനാ ഖുർറത അയ്യുനിൻ വജഅൽനാ ലിൽമുത്തഖീന ഇമാമാ. ഈ ദുആ ചെയ്യുന്നവന് സ്വർഗ്ഗത്തിലൊരു കൊട്ടാരമുണ്ടെന്നാണ്. ദുആ ചെയ്യുന്നത് അല്ലാഹുമ്മ റബ്ബനാ ഹബ് ലനാ. എല്ലാവരും മനസ്സറിഞ്ഞിട്ടൊരു സദക്ക, എല്ലാവരും മനസ്സറിഞ്ഞിട്ട് എന്റെ പ്രിയപ്പെട്ടവരെ, സദക്ക കൊണ്ട് നേട്ടം സദക്ക കൊണ്ട് നേട്ടം ഇവർക്കൊന്നുമില്ല, നമുക്ക് നേട്ടം. കാരണം മഹാനായ നബിയിന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, സദഖത്തു റദ്ദുൽ ബലാ, സദക്ക വിപത്തുകളെ തട്ടിമാറ്റാൻ. ഞാനിപ്പോ ഇങ്ങോട്ട് വഴുതിന് വരുമ്പോ ഇന്നലെ മംഗലാപുരത്തായിരുന്നു വാഴ. ഞാനിങ്ങനെ ട്രെയിനിൽ തിരുവനന്തപുരത്ത് നിന്ന് കയറി ഇങ്ങനെ വരുമ്പോ എന്റെ തൊട്ടപ്പുറത്തെ സീറ്റിൽ ഒരു വാപ്പയും ഒരു മകനും ഉണ്ട്. 5 വയസ്സ് പ്രായം, മൊട്ട തല. അവന്റെ മുഖത്തിങ്ങനെ ഇങ്ങനെ മറച്ചിട്ടിട്ടുണ്ട്. 5 വയസ്സുള്ള ഒരു മകൻ വാപ്പാടെ തോളിലൊക്കെ ഇരുന്ന് ഇങ്ങനെ കളിക്കുന്നുണ്ട്. അവന്റെ തല കണ്ടപ്പോ എനിക്ക് മനസ്സിലായി അവന് ക്യാൻസർ രോഗമാണ്. കാരണം എന്റെ പ്രിയപ്പെട്ടവരെ, മുടിയെല്ലാം പൊതിഞ്ഞുപോയി. അവസാനം അവന്റെ പിതാവിനോട് ഇങ്ങനെ സംസാരിക്കുമ്പോ പറഞ്ഞു, ഉസ്താദെ, എന്റെ മകൻ ഒരു ദിവസം ഇങ്ങനെ ഒന്ന് തുമ്മിയപ്പോ മൂക്കിന്നൊരു മാംസം ഇങ്ങനെ താഴേക്ക് വീണു. ഒരു മാംസകൃഷ്ണം ഇങ്ങനെ താഴേക്ക് വീണു. അവന്റെ മൂക്കിലാണ് ക്യാൻസർ. ഇങ്ങനെ മറച്ചു വെച്ചിരിക്കുക. 5 വയസ്സുള്ള ഒരു മകൻ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അവനിങ്ങനെ ചോദിക്കുമ്പോ പിതാവ് പറയാ, അതിന്റെ ചികിത്സയൊക്കെ തുടങ്ങിക്കഴിഞ്ഞു, റേഡിയേഷനൊക്കെ തുടങ്ങി. എന്റെ പ്രിയപ്പെട്ടവരെ, 2-3 ദിവസം ഉസ്താദേ ആ മരുന്നങ്ങട്ട് ഇഞ്ചക്ഷൻ വെച്ച് കഴിഞ്ഞാൽ എന്റെ മുഖം വല്ലാത്ത കരച്ചന. എന്റെ പ്രിയപ്പെട്ടവരെ, ക്യാൻസർ രോഗം വല്ലാതെ ഇങ്ങനെ പടർന്നുകൊണ്ടിരിക്കുകയാണ്. എല്ലാവരും നമുക്കിങ്ങനെ എല്ലാ രീതിയിലും ക്യാൻസർ, പനി പടരുന്നത് പോലെ ക്യാൻസർ ഇങ്ങനെ പടരുന്നു. ഏറ്റവും കൂടുതൽ ക്യാൻസർ, അത് കഴിഞ്ഞാൽ പിന്നെ കിഡ്നി തകർന്നു പോകുന്നൊരവസ്ഥ, ഏറ്റവും കൂടുതൽ അതിങ്ങനെ പോയി. എന്റെ പ്രിയപ്പെട്ടവരെ, രോഗങ്ങൾ വല്ലാതെ പടർന്നു പഠിപ്പിക്കുന്ന ഒരു കാലഘട്ടമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, സദഖത്തു റദ്ദുൽ ബലാ. ക്യാൻസർ എന്ന് പറയുന്ന രോഗം വന്നതിന് ശേഷം നീ സമ്പാദിച്ചു വെച്ചിരിക്കുന്നത് മുഴുവനും കൊടുത്താൽ ആ രോഗം ചിലപ്പോൾ മാറ്റിയിട്ടില്ല.
കിഡ്നി തകർന്നു പോയി, അതൊന്ന് മാറ്റി വെക്കണമെങ്കിൽ ലക്ഷങ്ങൾ വേണം. എന്റെ പ്രിയപ്പെട്ടവരെ, മാറ്റി വെച്ചാൽ തന്നെ രക്ഷപ്പെടുമോ എന്ന് ചോദിച്ചാൽ അതും വളരെ പ്രയാസമാണ്. അതുകൊണ്ട് ഞാൻ പറഞ്ഞത് നമുക്കാണ് നേട്ടം. ഒരിക്കൽ പോലും കള്ളം പറയാത്ത പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, സദഖത്തു റദ്ദുൽ ബല, സദഖ വിപത്തുകളെ തട്ടിമാറ്റുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. അതുകൊണ്ട് അൽഹംദുലില്ലാഹ്, സംഘാടകർ വേറെ ഒന്നുമില്ല, വേറെ പിരിവോ മറ്റുള്ള കാര്യങ്ങളോ ഒന്നുമില്ല. ഉസ്താദേ, എനിക്ക് അല്ലാഹുവേ എന്റെ ജീവിതത്തിൽ എനിക്ക് ഏതെങ്കിലും മാരകമായ രോഗത്തിന്റെ അണുക്കൾ എന്റെ ശരീരത്തിലുണ്ടെങ്കിൽ ഈ സദഖയുടെ ബർക്കത്ത് കൊണ്ട് അല്ലാഹ് എനിക്കിന്ന് കരിച്ചു കളയണം. എന്റെ രോഗം അല്ലാഹു ശിഫയാക്കി തരണം. ക്യാൻസറോ ട്യൂമറോ കിഡ്നി തകരുന്ന രോഗങ്ങളോ ഇതുപോലെയുള്ള അറുത്തു മുറിക്കുന്ന മാരക രോഗങ്ങളെ തൊട്ട് അല്ലാഹു എന്നെയും എന്റെ കുടുംബത്തെയും രക്ഷിക്കണം എന്ന ഒരു നല്ല നിയ്യത്തോടെ എന്റെ പ്രിയപ്പെട്ടവരെ ഈ സദസ്സിലേക്ക് നിങ്ങൾ മനസ്സറിഞ്ഞുകൊണ്ടൊരു സദഖ എടുക്കുക. അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. എല്ലാവരും ഒരു 3 സ്വലാത്ത് സല്ലല്ലാഹു അലൈഹി വസല്ലം, സല്ലല്ലാഹു അലാ മുഹമ്മദ്, സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ്, യാ റബ്ബി സല്ലി അലൈഹി വസല്ലം. കരുണക്കടലായ ദയാലുവായ അല്ലാഹ്, അല്ലാഹുവേ ആരെല്ലാം മനസ്സറിഞ്ഞുകൊണ്ടൊരു നല്ല സദഖ കൊടുക്കുന്നു റബ്ബേ, അറുത്തു മുറിക്കുന്ന രോഗങ്ങളെ തൊട്ട് കാക്കണേ അല്ലാഹ്. ഏതെങ്കിലും മാരകമായ രോഗത്തിന്റെ അണുക്കൾ ഈ സദഖ കൊടുക്കുന്നവരുടെ ശരീരത്തിലുണ്ടെങ്കിൽ ഈ സദസ്സിന്റെ ബർക്കത്ത് കൊണ്ട്, ഈ മജ്ലിസിന്റെ ബർക്കത്ത് കൊണ്ട്, അല്ലാഹുവേ ഈ മാസത്തിന്റെ ബർക്കത്ത് കൊണ്ട്, ഈ മഖാമിൽ കിടക്കുന്ന മഹാരഥന്റെ ബർക്കത്ത് കൊണ്ട് നീ ശിഫയാക്കണേ അല്ലാഹ്, നീ ശിഫയാക്കണേ അല്ലാഹ്. ക്യാൻസർ പോലെയുള്ള മാരക രോഗങ്ങൾ പിടിച്ചിട്ട് ഞങ്ങളുടെ മക്കള് വീടിന്റെ അകത്ത് കിടന്ന് ഉപ്പാ വേദനിക്കുന്നുപ്പാ എന്ന് പറഞ്ഞുകൊണ്ട് നിലവിളിക്കുന്നത് കാണേണ്ട ഒരവസ്ഥ ഞങ്ങൾക്ക് നീ വരുത്തല്ലേ അല്ലാഹ്. പടച്ചവനെ ആരെല്ലാം മനസ്സറിഞ്ഞുകൊണ്ടൊരു നല്ല സദഖ കൊടുക്കുന്നു കരുണക്കടലായ അല്ലാഹ്, അവരുടെ കുടുംബത്തെ നീ ഏറ്റെടുക്കണേ അല്ലാഹ്. അവർക്ക് നീ ദാരിദ്ര്യം കൊടുക്കല്ലേ അല്ലാഹ്, അവരെ നീ കടക്കാരാക്കല്ല അല്ലാഹ്. സമ്പാദിച്ചു വെച്ചത് മുഴുവനും മരുന്ന് വാങ്ങി തീരുന്ന രോഗങ്ങൾ കൊടുക്കല്ലേ അല്ലാഹ്. ഈ കൊടുക്കുന്ന സദഖയുടെ പ്രതിഫലം മരിക്കുന്ന സമയത്ത് വഅബ്ശിറൂ ബിൽ ജന്നാ, മരിക്കുന്ന സമയം സ്വർഗം കണ്ട് മരിക്കുന്ന നല്ലവരിൽ പെടുത്തി അനുഗ്രഹിക്കണേ അല്ലാഹ്. ഈ സദഖ അതിനൊരു സബബാക്കണേ റബ്ബേ. അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. KL 41 235 ഈ വണ്ടിയുടെ ലൈറ്റ് ഓഫാക്കാൻ മറന്നുപോയിട്ടുണ്ട്. വഴുതിനിറങ്ങി ഓടിയപ്പോ ഓഫാക്കിയിട്ടില്ല. തിരിച്ചു ചെല്ലുമ്പോൾ ബാറ്ററിയുടെ ചാർജ് മുഴുവൻ തീരും. അതുകൊണ്ട് ആ വണ്ടിയുടെ ഡ്രൈവർ പോയിട്ട് ആ ലൈറ്റ് ഓഫാക്കുക ഇൻഷാ അല്ലാഹ്. അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, അല്ലാഹുമ്മ റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുരിയാതിനാ ഖുർറത അയ്യുനിൻ വജഅൽനാ ലിൽ മുത്തഖീന ഇമാമ. ഇങ്ങനെ ദുആ ചെയ്യുന്നവർക്ക് സ്വർഗ്ഗത്തിൽ ഒരു വീടുണ്ടെന്ന് നബിയുനാ റസൂലുള്ളാഹി. എന്താ ദുആ ചെയ്യുന്നത്? അല്ലാഹുവേ പടച്ചവനെ, എനിക്ക് റബ്ബേ നിന്നെ പേടിയുള്ള, കണ്ണിന് കുളിർമയുള്ള ഒരു സാലിഹത്തായ ഒരു ഭാര്യ എനിക്ക് തരണം. എന്നിട്ട് പറയുന്ന പടച്ചവനെ കണ്ണിന് കുളിർമയുള്ള മക്കളെയും തരണം. എന്നിട്ട് മൂന്നാമത് എന്താ പറയുന്നത്? പടച്ചവനെ ലിൽ മുത്തഖീന ഇമാമ, എന്റെ ഭാര്യക്കും മക്കൾക്കും ഇമാമാകാൻ പറ്റുന്ന ഒരു മനുഷ്യനാക്കി എന്നെ നീ മാറ്റണം. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട വാപ്പമാരോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങളുടെ മക്കൾക്കും നിങ്ങളുടെ ഭാര്യക്കും മാതൃകയാകുന്ന ഒരു വാപ്പയാകാൻ നിങ്ങളെ കൊണ്ട് കഴിയണം. എന്നാൽ ഇന്ന് അങ്ങനെയുള്ള വാപ്പമാര് കുറവായതുകൊണ്ടാണ് ലോകത്ത് ദുരന്തമുണ്ടാകാൻ കാരണമെന്ന് നബിയുനാ റസൂലുള്ളാഹി. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, അതുകൊണ്ട് ലോകത്ത് ഈ ദുരന്തങ്ങൾ ഉണ്ടാകാനുള്ള കാരണങ്ങളിൽപ്പെട്ട ഒന്നാമത്തെ കാരണം നീതിമാനായ ഭരണാധികാരികൾ, അത് ലോകത്താണെങ്കിലും രാജ്യത്താണെങ്കിലും പള്ളിയിലാണെങ്കിലും വീടുകളിലാണെങ്കിലും നാടുകളിലാണെങ്കിലും കാണാനില്ല. അതാണ് ദുരന്തത്തിന്റെ ഒന്നാമത്തെ കാരണം. അല്ലാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. രണ്ടാമത്തെ കാരണമെന്തേ? അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് പറയുന്ന രണ്ടാമത്തെ കാര്യമെന്താ?
അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, സന്മാർഗത്തിലേക്ക് നയിക്കുന്ന ആലിമീങ്ങൾ ഇല്ലാത്തത് കൊണ്ടാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, വആലിമുൻ അലാ സബീലിൽ ഹുദാ. സന്മാർഗത്തിലേക്ക് നയിക്കുന്ന ആലിമീങ്ങൾ ഇല്ലാത്തത് കൊണ്ടാണ് ഈ ലോകത്ത് ദുരന്തമുണ്ടാകാറുള്ള കാരണമെന്ന് പ്രവാചകൻ അവിടെന്ന് പറയുമ്പോ, എന്റെ പ്രിയമുള്ളവരെ, ആലിമീങ്ങൾ ആരാണ്? ആലിമീങ്ങളാണ്? ആരാണ്? ഇന്നമാ യഖ്ശല്ലാഹു മിൻ ഇബാദിഹിൽ ഉലമാ. അല്ലാഹുവിനെ ഭയന്ന് ജീവിക്കുന്ന ഒരു വിഭാഗമാണ് ആലിമീങ്ങൾ. അല്ലാഹുവിനെ ഭയന്ന് ജീവിക്കുന്ന ഒരു വിഭാഗമാണ് ആലിമീങ്ങൾ. ആലിമീങ്ങളുടെ മഹത്വം അറിയുന്നത് കൊണ്ടാണ് പണ്ടുള്ളവർ തന്റെ മക്കളിൽ ഒരാളെയെങ്കിലും ആലിമാക്കാൻ അവിടെ നിന്ന് തയ്യാറായത്, തന്റെ മക്കളെ ഉസ്താദന്മാരാക്കാൻ തയ്യാറായത്, തന്റെ കുടുംബത്തിലെങ്കിലും ഒരു ആലിമ വേണമെന്ന് ആഗ്രഹിക്കാറുള്ള കാരണം അതാണ്. എന്തിനാ എന്റെ പ്രിയപ്പെട്ടവരെ, പള്ളിപ്പറമ്പിൽ കിടക്കുന്ന ഖബറാളികൾ പോലും അല്ലാഹുവേ ഒരു ആലിമീ ഖബർസാനിലൂടെ ഒന്ന് നടന്നു പോയിരുന്നെങ്കിൽ ആഗ്രഹിക്കുമായിരുന്നു. കാരണം ഒരു ആലിമ പള്ളിപ്പറമ്പിലൂടെ നടന്നു പോയാ ഖബറാളികളുടെ ശിക്ഷ പോലും നിർത്തിവെക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെന്ന് പറഞ്ഞു തരുമ്പോ, എന്റെ പ്രിയമുള്ളവരെ, ആലിമീങ്ങളുടെ മരണം ലോകത്തിന്റെ അവസാനം അടുത്തതിന്റെ അടയാളമാ. ലോകം അവസാനത്തിന്റെ അടയാളമാണ് ആലിമീങ്ങളുടെ മരണമെന്ന് ചരിത്രം പഠിപ്പിക്കുമ്പോ, എന്റെ പ്രിയമുള്ളവരെ, അല്ലാഹുവിന്റെ പ്രവാചകന്റെ സ്വഹാബിയാണ് കാതിബുൽ വഹി സയ്യിദ് റളിയല്ലാഹു തആല അൻഹു. ആ സ്വഹാബിയുടെ ജനാസ കൊണ്ടുപോയി ഖബറടക്കിയിട്ട് എല്ലാവരും മടങ്ങുമ്പോ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, സ്വഹാബിയുടെ ഖബർ കാണിച്ചിട്ട് പറഞ്ഞ ഒരു ഇൽമിന്റെ ബഹറാണ് കിടക്കുന്നത്, ഇൽമിങ്ങനെയാണ് നഷ്ടപ്പെട്ടു പോകുന്നത്, ഇത് ഖിയാമത്ത് നാളിന്റെ അടയാളമാണെന്ന് മഹാനബികൾ അവിടെ നിന്ന് പറയുമ്പോ, എന്റെ പ്രിയമുള്ളവരെ, ആലിമീങ്ങളുടെ ദുആയിക്ക് ഇജാബത്തുണ്ട്. ആലിമീങ്ങളുടെ വാക്കുണ്ടല്ലോ, അവരുടെ ഒരു വാക്കിന് പോലും വല്ലാത്ത മഹത്വമുണ്ട്. എന്റെ പ്രിയമുള്ളവരെ, ഒരു ചരിത്രം കാണോ, മഹാനവിടെ നിന്നൊരു ചരിത്രം പറഞ്ഞു തരികയാണ്. സൈനുൽ സഅലാൻ റളിയല്ലാഹു തആല അൻഹു ഒരു ചരിത്രം പറയുകയാ. ഒരു നാട്ടിൽ മഴയില്ലാതെ ജനങ്ങൾ മുഴുവനും മഴ കിട്ടുന്നതിന് വേണ്ടി എല്ലാവരും ഒരുമിച്ച് കൂടിയിട്ട് മഴ കിട്ടാൻ വേണ്ടി ദുആ ചെയ്യുകയാണ്. എല്ലാ നാട്ടുകാരും മുഴുവനും ഒരുമിച്ച് കൂടിയിട്ട് അവിടെ നിന്ന് മഴ കിട്ടുന്നതിന് വേണ്ടി ദുആ ചെയ്യുന്നു. പക്ഷേ മഴ പെയ്യുന്നില്ല. ജനങ്ങളെല്ലാവരും വല്ലാത്ത വിഷമത്തിൽ ഇങ്ങനെ നിൽക്കുമ്പോ ഒരു പാവപ്പെട്ട മനുഷ്യൻ ഇങ്ങനെ നടന്നു വരികയാണ്. ഒരു പാവപ്പെട്ട മനുഷ്യൻ ഇങ്ങനെ നടന്നു വരികയാണ്. ജനങ്ങളൊക്കെ വല്ലാത്ത പ്രയാസത്തിൽ നിൽക്കുന്നത് കണ്ടപ്പോ ഈ മനുഷ്യൻ ചോദിച്ചു, എന്തേ നിങ്ങളൊക്കെ വല്ലാത്ത പ്രയാസത്തിൽ നിൽക്കുന്നത്? അവിടെ നിന്ന് ജനങ്ങൾ പറഞ്ഞു, നിങ്ങൾക്ക് മഴയില്ല, ഞങ്ങളെല്ലാവരും അല്ലാഹുവിനോട് ദുആ ചെയ്തു, എന്നിട്ടും മഴ പെയ്യാത്തതിന്റെ പ്രയാസത്തിലാണെന്ന് പറയുമ്പോ ഈ മനുഷ്യൻ തന്റെ ഇരു കരങ്ങൾ ഉയർത്തിയിട്ടു അവിടെ നിന്ന് ദുആ ചെയ്യുന്നു, അല്ലാഹുമ്മ ബിഹഖി മാ ഫീ റഅസി. രണ്ട് കൈയും ഉയർത്തിയിട്ട് ഈ സാധുവായ മനുഷ്യൻ ദുആ ചെയ്യുന്നു, അല്ലാഹ് എന്റെ കണ്ണുകളുടെ ബർക്കത്ത് കൊണ്ട് ഇവർക്ക് മഴ കൊടുക്കണേ അല്ലാഹ്, എന്റെ കണ്ണിന്റെ ബർക്കത്ത് കൊണ്ട് നീ മഴ കൊടുക്കണേ തമ്പുരാന്. ഈ പാപപ്പെട്ട മനുഷ്യൻ അവിടെ നിന്ന് ദുആ ചെയ്ത് കഴിയുമ്പോ ആകാശത്തിന്റെ വിരിമാറിൽ നിന്ന് ഭൂമിയുടെ മടിത്തട്ടിലേക്ക് മഴത്തുള്ളികൾ ഇങ്ങനെ പെയ്തിറങ്ങുകയാണ്. എന്റെ പ്രിയമുള്ളവരെ, ജനങ്ങൾ ആ മനുഷ്യനോട് അത്ഭുതത്തോടെ ചോദിക്കുകയാണ്, നിങ്ങളുടെ കണ്ണിന്റെ ബർക്കത്തെന്താ? നിങ്ങളുടെ കണ്ണിന്റെ ബർക്കത്തെന്താ? ആ സാധുവായ മനുഷ്യൻ പറയുകയാണ്, അദാനി ഐനാനി റഅയ്തു യസീദൽ ബിസ്താമി. എന്റെ കണ്ണിന്റെ ബർക്കത്ത് എന്തെന്നറിയുമോ? യസീദുൽ ബിസ്താമി എന്ന് പറയുന്ന താബഈങ്ങളിൽപ്പെട്ട അല്ലാഹുവേ, ഒരു മഹാനിനെ കണ്ട കണ്ണാട്, ഒരു പണ്ഡിതനെ കണ്ട കണ്ണാട്, ഒരു ആലിമിനെ കണ്ട കണ്ണാട്. ആ മനുഷ്യൻ ഇൽമു പറയുന്ന സദസ്സിലിരുന്ന മനുഷ്യനാട്. എനിക്ക് എന്തെങ്കിലും ഒരു ആവശ്യം വരുമ്പോ എന്റെ ഈ ആ മഹാനെ കണ്ട, ആ പണ്ഡിതനെ കണ്ട കണ്ണ് വെച്ചിട്ട് ഞാൻ അല്ലാഹുവോട് ചോദിക്കുമ്പോ, ആ ചോദിക്കുന്നതിനേക്ക് അല്ലാഹു
തരുമെന്ന് ആ മനുഷ്യൻ പറഞ്ഞതായി മഹാന്മാര് പറയുമ്പോ അതാണ് പണ്ഡിതന്മാര്, അതാണ് മഹാന്മാര്. എന്റെ പ്രിയമുള്ളവരെ, അവരുടെ വാക്കിന് വല്ലാത്ത അസറുണ്ടായിരുന്നു, അവരുടെ ദുആയിക്ക് വല്ലാത്ത ഇജാബത്തുണ്ടായിരുന്നു. അങ്ങനെ ഒരുപാട് മഹാന്മാരെ നമ്മൾ കണ്ടവരാണ്. എന്തിന് നിങ്ങളോട് പറയണം, നിങ്ങൾ ഒരുപാട് പണ്ഡിതന്മാരെ കണ്ടവരാണല്ലോ. എന്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് ഓർമ്മ വരുന്ന ഇവിടുത്തെ മുതഅല്ലിമീങ്ങൾ ഒരു അല്ലാഹുവേ അവരിറക്കിയ ഒരു സ്മരണിക കൊണ്ടുവന്നു. മുതഅല്ലിമീങ്ങൾ ഞാൻ വരുമ്പോ അവരിറക്കിയ ഒരു പുസ്തകം, ഒരു ചെറിയ ഒരു നല്ല ഉപകാരപ്രദമായ ഒരു പുസ്തകം കൊണ്ടുവന്നു. ഞാനത് ഇങ്ങനെ എടുത്തു നോക്കുമ്പോ അതിനകത്തൊരു ഗുരുനാഥനെ കണ്ടു. അല്ലാഹുവേ, എന്റെ പ്രിയ സുഹൃത്ത് സാലിഹ് ഹുദവിയുടെ പിതാവ്. എന്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് ആ ഗുരുനാഥനെ മറക്കാൻ കഴിയുമോ? അല്ലാഹു അവിടുത്തെ ഖബറിടം വിശാലമാക്കി കൊടുക്കുമാറാകട്ടെ. അവിടെ ഉസ്താദിനോട് സംസാരിക്കുമ്പോ പറഞ്ഞു, ഉസ്താദ് ഒരു ദിവസം ലീവില്ലാത്ത ദിവസം, വീട്ടിൽ പോകുന്ന ദിവസമാണ്, സാധാരണ ഇവിടെ ഉണ്ടാകാറില്ല. ഒരു ദിവസം ഉസ്താദ് ഇവിടെ കിടന്നു വന്നു. അന്ന് നല്ലതുപോലെ ഒരുങ്ങി ജുബ്ബയും ധരിച്ചാണ് കിടന്നു വന്നത്. ഒരുപാട് ഖബറുകൾ സിയാറത്ത് ചെയ്തിട്ടാണ് കിടന്നു വന്നത്. ഉസ്താദ് നല്ലതുപോലെ ജുബ്ബയും ധരിച്ചിരിക്കുന്നത് കണ്ടപ്പോ ആരോ ചോദിച്ചു, എന്തേ ഇങ്ങനെ ഒരുങ്ങിയിരിക്കുന്നത്? ഞാൻ പുതിയ പളയാട്, പുതിയ പളയാട്. എന്റെ പ്രിയമുള്ളവരെ, അവസാനം എന്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് മറക്കാൻ കഴിയുമോ? ഇവിടുത്തെ പള്ളിയിൽ തഹജ്ജുദ് നിസ്കാരം കഴിഞ്ഞിട്ട് ഖിബ്ലയുടെ ഭാഗത്തേക്ക് സുബഹി നമസ്കരിക്കാൻ പോയ ഏതോ ഒരു മനുഷ്യൻ കാണുന്ന രീതിയിൽ, നിങ്ങളെയൊക്കെ കൊതിപ്പിക്കുന്ന ഈ രീതിയിൽ, നിങ്ങളെ കൊതിപ്പിക്കുന്ന രീതിയിൽ യാത്ര പറഞ്ഞു പോയ ഗുരുനാഥനെ നിങ്ങൾക്ക് മറക്കാൻ കഴിയുമോ? ആലിമീങ്ങൾ എന്ന് പറഞ്ഞാൽ അവരാട്, ആലിമീങ്ങൾ എന്ന് പറഞ്ഞാൽ അവരാട്. അവരുടെയൊക്കെ മരണം ഈ ദുനിയാവിന്റെ അവസാനത്തിന്റെ അടയാളമാ. എന്റെ പ്രിയമുള്ളവരെ, ഇന്ന് അങ്ങനെയുള്ള ആലിമീങ്ങളെ എണ്ണിയെടുക്കാൻ വളരെ കുറവാണ് സഹോദരാ. പല നാടുകളിലും ഇന്ന് അങ്ങനെയുള്ള ആലിമീങ്ങളെ കാണുന്നില്ല. അതാണ് ലോകാവസാനം. ഈ ലോകത്ത് പടച്ചവന്റെ ദുരിതങ്ങൾ, ദുരന്തങ്ങൾ ഉണ്ടാകാനുള്ള ഒരു കാരണമായിട്ട് അവിടെ നിന്ന് പറഞ്ഞു തരുന്നത്. എന്റെ പ്രിയപ്പെട്ട ഉസ്താദന്മാരോട്, ഉസ്താദന്മാരെ ഞാൻ ആക്ഷേപിക്കുന്നില്ല. ഞാൻ ഉൾപ്പെടെയുള്ള ഇന്നത്തെ ചില ഉസ്താദന്മാരുടെ സ്വഭാവം കണ്ടാൽ, അവരുടെ പ്രവർത്തനങ്ങൾ കണ്ടാൽ അവർക്ക് ഹക്ക് പറയുന്നത് പേടിയാണ്. അവർക്ക് ഹക്ക് പറയാൻ പേടിയാ. പള്ളിയുടെ കമ്മിറ്റിക്കാരൻ പ്രസിഡന്റ് ആകട്ടെ, അവന് പലിശ കച്ചവടം നടത്തുന്നവനാകട്ടെ, അവൻ അല്ലാഹുവിന്റെ പള്ളി പരിപാലിക്കാൻ അർഹതയില്ലവനാണെന്നറിയാ, അവൻ അർഹതയില്ലാത്തവനാണെന്നറിയാ. എങ്കിലും എന്റെ പ്രിയപ്പെട്ടവരെ, പലപ്പോഴും പഠിച്ച ഇൽമും മറന്നു പോകുന്നവരാ, ഉള്ളത് തുറന്നു പറയാ പേടിക്കുന്നവരാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ എന്തിനാ ഭയപ്പെടുന്നത്? ഉസ്താദന്മാരെ, നിങ്ങൾ ആരെന്നറിയുമോ? നിങ്ങൾ ആരെന്നറിയുമോ? അല്ലാഹു ആദരിച്ചവരാണ്, അല്ലാഹു ബഹുമാനിച്ചവരാണ്. അൽ-ഉലമാഉ വറസത്തുൽ അംബിയാ. നിങ്ങൾ അംബിയാക്കന്മാരുടെ അനന്തരാവകാശികളാണ്. നിങ്ങൾക്ക് ഭക്ഷണം തരുന്നത് പ്രസിഡന്റ് അല്ല, പള്ളി സെക്രട്ടറി അല്ല, നാട്ടുകാരല്ല, അല്ലാഹുവിന്റെ ഇൽമു പഠിച്ച ആലിമീങ്ങൾ. നിങ്ങൾക്ക് മരിക്കുന്ന കാലം വരെ ഹലാലായ ഭക്ഷണം തരാമെന്ന് ഈ പ്രപഞ്ചം മുഴുവനും അടക്കി ഭരിക്കുന്ന രാജാധിരാജനായ മലിക്കുൽ ജബ്ബാറായ അല്ലാഹു റബ്ബുൽ ഇസ്സത്താ പറഞ്ഞത്. ഇൽമു പഠിക്കുന്ന ആലിമേ, മരിക്കുന്ന കാലം വരെ നിങ്ങൾക്ക് ഭക്ഷണം തരാമെന്ന് പടച്ചവനാ പറഞ്ഞിരിക്കുന്നത്. പിന്നെ എന്തിനാ ഭയപ്പെടുന്നത്? ഉള്ളത് പറയാ. നിങ്ങൾ എന്തേ ഭയപ്പെടുന്നത്? ജനങ്ങളെ സന്മാർഗത്തിലേക്ക് നയിക്കുന്ന ആലിമീങ്ങളെന്ന് കുറവാ. ഇല്ല എന്ന് ഞാൻ പറയൂല, ഇല്ല എന്ന് ഞാൻ പറയൂല. ഒരുപാട് ആലിമീങ്ങൾ ഉള്ളത് കൊണ്ടാണ് നമ്മുടെ നാടുകളൊക്കെ കത്താതിരിക്കുന്നത്, ആകാശത്ത് നിന്ന് തീമഴ പെയ്യാതിരിക്കുന്നത്. ചില നല്ല ആലിമീങ്ങൾ ഉള്ളത് കൊണ്ടാണ്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് പറയുകയാ, സന്മാർഗത്തിലേക്ക് നയിക്കുന്ന ആലിമീങ്ങളില്ലാതെ വരുമ്പോ ആ നാടുകളിൽ അല്ലാഹുവിന്റെ ദുരന്തമുണ്ടാകുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. സന്മാർഗത്തിലേക്ക് നയിക്കുന്ന ചില ആലിമീങ്ങൾക്ക് ഉള്ളത് പറയാൻ പേടിയ കാരണം പിരിച്ചുവിട്ടാലോ. ഇതന്നെ പള്ളി സെക്രട്ടറി മുതുകുടിയനാണെങ്കിലും ഒന്നും പറയൂല, കാരണം എന്റെ ജോലി പോകും. ഞാൻ പറയുന്നത്, ഞാൻ ഉൾപ്പെടെയുള്ള എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആകാശത്തിന്റെ കീഴിൽ നടക്കുന്നതിൽ ഏറ്റവും നല്ല മനുഷ്യൻ ഒരു ആലിമ. അള്ളാഹു ആ കൂട്ടത്തിൽ പെടുത്തുമാറാകട്ടെ, അള്ളാഹു ആ കൂട്ടത്തിൽ പെടുത്തുമാറാകട്ടെ. ഏറ്റവും തലതിരിഞ്ഞവനും ആലിമ തന്നെയാണ്. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ.
അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, വീടുദ്ഘാടനം ചെയ്യാനും കുറ്റിയടിക്കാനും കല്ലിടാനും പള്ളി ഉദ്ഘാടനം ചെയ്യാനും ആലിമ് വേണം. അതൊക്കെ നല്ലതാ. ഏത് നല്ല കാര്യത്തിനും ആലിമീങ്ങൾ തന്നെ ഇതിനൊക്കെ മുന്നിൽ നിൽക്കുന്നേ. നാളെ നരകം കത്തിക്കാൻ അള്ളാഹു ആദ്യം എടുത്തു വെക്കുന്ന 4 കാര്യങ്ങളുണ്ട്. 4 പേരുടെ ശരീരം എടുത്തു വെച്ചിട്ടാണ് അള്ളാഹു നരകം കത്തിക്കുന്നത്. ആ 4 പേരിൽ ഒരാള് അത് ആലിമ, ഒരു ഉസ്താദിന്റെ ശരീരമാണ്. അള്ളാഹു ഞങ്ങളെയൊക്കെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. അതുകൊണ്ട് മക്കളെ, ഉസ്താദന്മാരുടെ മുത്താലിമീങ്ങളുടെ മക്കളെ പഠിച്ചു വളർന്നിറങ്ങുമ്പോ ഒരാളെയും ഭയപ്പെടേണ്ട, പറയേണ്ടത് പറയണം. കാരണം അള്ളാഹു നിങ്ങൾ ആദരിച്ചവരാ. ആദരിച്ചത് കൊണ്ടാണല്ലോ അള്ളാഹ് ഇൽമ തന്നെ. നിന്റെ സഹോദരനെ കൊടുക്കാഞ്ഞത്? നിന്റെ കുടുംബത്തിൽ എത്രയോ മക്കളുണ്ട്, നിന്നെ മാത്രം അള്ളാഹു തിരഞ്ഞെടുത്ത് എന്തുകൊണ്ട്? അത് അള്ളാഹുവിന് നിന്നെ ഇഷ്ടമായതുകൊണ്ട്. അതുകൊണ്ട് നീ പഠിച്ച ഇൽമ മറന്നു പോകരുത്. ചില കാര്യങ്ങൾ വരുമ്പോൾ നമ്മൾ മറന്നു പോകും. അതൊക്കെ നമ്മുടെ സമസ്തയുടെ തങ്ങളുടെ വിപരീതങ്ങളൊക്കെ ഉള്ളതങ്ങിട്ട് ഉറപ്പിച്ചെങ്കിൽ ഒരു ഭയമില്ല. പറയാനുള്ളത് അള്ളാഹു ആഫിയത്ത് ദീർഘായുസ്സും കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. നാളത്തെ ഇവിടുത്തെ സദസ്സിന്റെ ദുആ സയ്യിദവറുകളാണ്. അൽഹംദുലില്ലാ, അള്ളാഹു ആഫിയത്ത് കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. ഉള്ളത് അവന്റെ മുഖത്ത് നോക്കി പറയാനുള്ള ഒരു ആർജവം, അതൊന്നും നോക്കാറില്ല. പറയേണ്ടത് പറയും, യാതൊരു ഇതുമില്ല. പറയേണ്ടത് പറയാനുള്ള ഒരു ആത്മീയത, അതൊക്കെ അങ്ങനെയുള്ള ആലിമീങ്ങൾ ഉള്ളത് കൊണ്ടാ ഈ നാടൊക്കെ നിലനിൽക്കണം. ഇല്ലെങ്കിൽ എന്നേ പോയേനെ. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, 3 റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, 3ാമത്തെ വിഭാഗം, ഈ ലോകത്ത് ദുരന്തമുണ്ടാകാനുള്ള 3ാമത്തെ കാര്യം റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, വമശായിഖു യഅ്മുറൂന ബിൽ മഅറൂഫ് വയൻഹൗന അനിൽ മുൻകർ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, നന്മ ഉപദേശിക്കുകയും തിന്മ കണ്ടാൽ തടയുന്ന പ്രായം ചെന്ന ഒരു വിഭാഗം ഇന്ന് ഭൂമിയിലില്ല. സത്യം തന്നെയാണ് എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ. പണ്ടൊരു കാലഘട്ടം വരുമ്പോ നാട്ടിലെ പ്രായമുള്ളവർ ഒരു തെറ്റ് കണ്ടാൽ അത് തെറ്റാണെന്ന് പറയുന്നൊരു വിഭാഗം ഉണ്ടായിരുന്നു. അവർ നന്മ ഉപദേശിക്കുകയും തിന്മ കണ്ടാൽ തടയുന്ന ഒരു പ്രായം ചെന്ന ഒരു വിഭാഗം ഏത് നാട്ടിൽ ഇല്ലാതെ വരുന്നോ ആ നാട്ടിലാണ് ദുരന്തങ്ങൾ ഉണ്ടാകുന്നത്. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. ഇന്ന് എല്ലാവർക്കും സ്വന്തം കാര്യം ചിന്താവ, അവനായി അവന്റെ പാടായി. എല്ലാ വാപ്പമാരും ഒടിഞ്ഞു. പിന്നെ ഉള്ള വാപ്പമാർക്ക് ഇത് പറയാനുള്ള യോഗ്യതയുമില്ല. അതെന്നെ സത്യം. എന്റെ പ്രിയമുള്ളവരെ, പ്രായമുള്ളവർ പണ്ടൊരു തെറ്റ് കണ്ടാൽ തിരുത്തി കൊടുക്കുന്ന ഒരു വിഭാഗം ഉണ്ടായിരുന്നു. കാരണം എന്റെ വാപ്പ കാണുന്നതിലല്ല, നാട്ടിലെ പ്രായമുള്ളവർ കാണുമ്പോൾ അവരെന്തെങ്കിലും പറയുമെന്നോ ചെറുപ്പക്കാർ ഭയപ്പെട്ടിരുന്നൊരു കാലമുണ്ടായിരുന്നു. അന്നില്ല. എന്റെ പ്രിയപ്പെട്ടവരെ, വീടിനകത്തിരുന്ന് TV കണ്ടുകൊണ്ടിരിക്കുമ്പോ ഉപ്പാപ്പ കടന്നു വരുന്നു എന്ന് പറഞ്ഞാൽ മക്കളൊക്കെ എഴുന്നേറ്റ് ഓടും. വാപ്പ വരും എന്ന് പറഞ്ഞാൽ കുഴപ്പമില്ല, ഉപ്പാപ്പ വരും എന്ന് പറഞ്ഞാൽ ഓടും. കാരണം എന്തേ? വീട്ടിലെ കാരണവൻ. അത് അള്ളാഹു വലിയൊരു മഹത്വമുള്ള സ്ഥാനമാണ്. പക്ഷെ ഇന്ന് വീട്ടിലെ കാരണവര് കയറി വന്ന കാലിന്റെ മുകളിൽ കാര്യം കയറ്റി അവിടെ തന്നെ മക്കളിരിക്കുന്ന രംഗം. എന്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് എന്ത് സംഭവിച്ചു പോയി? സഹോദര, എന്റെ ഉപ്പമാരോട് പറയുന്നു, അത് അള്ളാഹു നിങ്ങൾക്ക് നൽകിയിരിക്കുന്ന ഒരു അവസരം നിങ്ങളത് പാഴാക്കി കളയാം. നിങ്ങളുടെ കടമയാണ്, നിങ്ങളുടെ ബാധ്യതയാണ്. പള്ളിയിലെ ഖത്തീബിന്റെ ജോലിയല്ല എല്ലാ തെറ്റും തിരുത്തി കൊടുക്കലും. നിങ്ങൾക്കും ചില ജോലികളൊക്കെ ഉണ്ട്. നാട്ടിൽ അനാചാരങ്ങൾ നടക്കും, ആർഭാട വിവാഹങ്ങൾ നടക്കുമ്പോൾ റോഡിലൂടെ ഇങ്ങനെ ഘോഷയാത്ര നടക്കുക. കല്യാണ പയ്യനെ കൊണ്ട് ഈ നാട്ടിലെ ഏത് വാപ്പയാ പറയണത് തെറ്റാണെന്ന് ധൈര്യമുണ്ടോ? ഈ നാട്ടിലെ ഏതെങ്കിലും വാപ്പമാർ സ്വന്തം കുടുംബത്തിൽ നടക്കുന്ന അനാചാരങ്ങൾക്ക് പോലും അള്ളാഹുവേ അവിടെ പോലും എഴുന്നേറ്റ് നിന്ന് പറയാൻ എന്റെ ഉപ്പമാരിന്ന് പേടിക്കുന്നു. കാരണം അവനായി അവന്റെ പാടായി. അങ്ങനെയല്ല, തെറ്റ് കണ്ട തിരുത്തണം. അത് ഏത് സാഹചര്യത്തിലാകട്ടെ. മഹാനായ സയ്യിദുന ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു അവസാനം പള്ളിയിലേക്ക് നമസ്കരിക്കാൻ പോകുന്ന സമയത്ത് അബൂ ലുഅൽ എന്ന് പറയുന്ന മജൂസി വിഷം കലർത്തിയ കടാരി കൊണ്ട് കുത്തിയിറക്കിയിട്ട് തന്റെ കുടൽമാല താഴെ വീണിട്ട് ഉമർ തങ്ങൾ ബോധമില്ലാതെ അവസാനം മരണത്തിന്റെ സമയത്ത് കിടക്കുക. വായിലൊഴിക്കുന്ന വെള്ളം കുടലിലൂടെ, ഇതിൽ കീറിയ വയറിലൂടെ വെളിയിൽ പോവാ. ഇങ്ങനെ മരിക്കാൻ കിടക്കുന്ന സമയത്ത് ഇങ്ങനെ കിടക്കുമ്പോ ഒരു ചെറുപ്പക്കാരൻ മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ മുന്നിൽ വന്നിട്ട് ചോദിക്കുക, ഉമറേ, എന്തിനാ നീ കരയണേ? നീ എന്തിനാ പേടിക്കണേ? ഉമറേ, നീ ആരെന്നറിയോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കൊല്ലാൻ പോയ മനുഷ്യനാ. ഉമറേ, നീ ആരായിരുന്നു? അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കൊല്ലാൻ പോയ മനുഷ്യനാ. ആ ഉമറെ അള്ളാഹു നിന്നെ മുസ്ലിമാക്കി, മുത്തുനബിയുടെ കൂട്ടുകാരനാക്കി, നിന്നെ സഹാബിയാക്കി. നിനക്ക് ഷഹീദാകാനുള്ള ഭാഗ്യം അള്ളാഹു നൽകി. മദീനത്ത് കിടന്ന് മരിക്കാനുള്ള ഭാഗ്യം അള്ളാഹു നൽകി. നിസ്കരിക്കാൻ പോകുന്ന വഴിയിൽ മരിക്കാൻ അള്ളാഹു ഭാഗ്യം നൽകി. ഉമറെ, ഇനി ഇതിനെക്കാളും നിനക്ക് എന്താ വേണ്ട? അല്ലാഹുവേ, ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ മനസ്സിന് കുളിർമയുള്ള ഇതിനേക്കാൾ ഒരു വാക്കുണ്ടോ?
ഒരാൾ വന്നിട്ട് ചോദിക്കുക, ഒരു ചെറുപ്പക്കാരൻ വന്നിട്ട് ചോദിക്കുന്നു, അല്ല ഖലീഫ, എന്തിനാ നിങ്ങൾ പേടിക്കണേ? നിങ്ങൾ ആരായിരുന്നു? നിങ്ങൾ ഇന്ന് ആരായി? അള്ളാഹു നിങ്ങൾക്ക് ഇത്രയും വലിയ ഭാഗ്യം നൽകിയില്ലേ, എന്തിനാ പ്രയാസപ്പെടുന്നേ? ഉമർ തങ്ങളുടെ മനസ്സിൽ കുളിർമര പോലെ നല്ല നല്ല വാക്കുകൾ പറഞ്ഞ് സന്തോഷിപ്പിച്ചിട്ട് ഈ ചെറുപ്പക്കാരൻ അങ്ങോട്ട് തിരിഞ്ഞു പോകുമ്പോ മഹാനായ സയ്യിദുന ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു, മരണത്തോട് മല്ലടിക്കുന്ന ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു, അല്ലാഹുവേ പടച്ചവരെ, തന്റെ ഇടത് കൈകൊണ്ട് വയറിൽ ഇങ്ങനെ ചേർത്തു